ഹായ്, നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ 2024 ജൂലൈയിൽ ചോദിച്ചിട്ടുള്ള ജനറൽ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പകുതി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിലും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സൈക്കോളജിയിലും ഫിലോസഫിയിലും ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ ഡിസ്കസ് ചെയ്തതെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് ഏതെല്ലാം മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് നോക്കാം നമുക്ക്. 20 ക്വസ്റ്റ്യൻസ് ആണ് സൈക്കോളജി ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തവണ ചോദിച്ചത്. 7 ക്വസ്റ്റ്യൻസോളം ഫിലോസഫിയിൽ നിന്നാണ് ചോദിച്ചത്. അടുത്ത ചോദ്യം വന്നിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് റിസർച്ച് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫോം ഓഫ് റിസർച്ച് ടിപ്പിക്കലി കണ്ടക്റ്റഡ് ബൈ പ്രാക്ടീഷണേഴ്സ് ടു ഹെൽപ്പ് ദം സോൾവ് ലോക്കൽ പ്രോബ്ലംസ്. കണ്ടോ, അവിടെ തന്നെ ഉണ്ട് ഹുക്ക്. ലോക്കൽ പ്രോബ്ലംസ് പരിഹരിക്കാനായിട്ട് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണോ, ബേസിക് റിസർച്ച് ആണോ, ആക്ഷൻ റിസർച്ച് ആണോ, എക്സ്പെരിമെന്റൽ റിസർച്ച് ആണോ? തീർച്ചയായിട്ടും ഓപ്ഷൻ സി ആണ്, ആക്ഷൻ റിസർച്ച് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. ഒരു ക്ലാസ് റൂമിലൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ ഒരു ഗവേഷകന്റെ ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടൊരു അധ്യാപകൻ അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയാണ് ആക്ഷൻ റിസർച്ച് എന്നൊക്കെ പറയുന്നത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. അഗെയിൻ മാച്ച് ദ ഫോളോവിങ് ആണ്. അതുപോലെ അൻകോവ ഉണ്ട്, പ്ലേജറിസം ഉണ്ട്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്, ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ട്. ഇപ്പുറത്ത് വർക്ക് ഓൺ എക്സ്പെരിമെന്റൽ ഡിസൈൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഗ്രൗണ്ടഡ് തിയറി. ഇപ്പം നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് സാധനമൊക്കെ അതിനകത്ത് കാണും. എന്നാലും അനോവയും അൻകോവയും ഓർത്തിരുന്നു കേട്ടോ. അനോവയും അൻകോവയും സ്റ്റാറ്റിസ്റ്റിക്സിലെ മെത്തേഡ്സ് ആയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അത് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ആൻസറിലേക്കൊക്കെ എത്താൻ പറ്റും. എക്ക് 3 ഉള്ളത് 2 ഓപ്ഷൻസേ ഉള്ളൂ. അത് മാത്രം എടുത്താൽ മതി, ബാക്കി 2 കട്ട് ചെയ്യാം. ദെൻ നമുക്ക് അടുത്തത് എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നതിനകത്ത് ഡെവലപ്മെന്റ്, ഡിപ്പെൻഡന്റ് വേരിയബിൾ, ക്വാളിറ്റേറ്റീവ് റിസർച്ച്, പ്ലേജറിസം. ഏതായിരിക്കും? പ്ലേജറിസം കണ്ടുപിടിക്കാനൊരു കാര്യം അതിനകത്ത് വരുന്നുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ പരിചയമില്ലായിരിക്കും. എന്നാൽ പോലും ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. B1 ആണ് പ്ലേജറിസം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ളൊരു സൈറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെയാണ് ഉർക്കണ്ടു എന്ന് പറയുന്ന സാധനം. ദെൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നതിനകത്ത് ഗ്രൗണ്ടഡ് തിയറി ആണ് വരുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ. ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നതിനകത്ത് എക്സ്പെരിമെന്റൽ ഡിസൈനിലാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ എടുക്കുക. ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അൻകോവയും ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഈ 2 സാധനം അറിയാമെങ്കിൽ അതിൻ്റെ ആൻസർ കിട്ടും. മറ്റേത് നന്ന് ഓർത്തിരുന്നു, പ്ലേജറിസം കൊണ്ട് ഈ വാക്കൊന്ന് ഓർത്തിരുന്നോണേ, നോട്ട് ചെയ്ത് വെച്ചോണം. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവോൾവിങ് എ ഹ്യൂമൻ ലേണിംഗ് സൊസൈറ്റി ത്രൂ ദ അഡ്വാൻസ്മെന്റ് ഓഫ് നോളജ്, വിച്ച് നാഷണൽ ഏജൻസി പുട്ട് ഫോർവേഡ് ദിസ് വിഷൻ? ഏത് നാഷണൽ ഏജൻസിയാണ്? 2 ക്വസ്റ്റ്യൻസ് ആണ് റിസർച്ചിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്തരത്തിലുള്ള നാഷണൽ ഏജൻസികളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചിട്ടും പ്രധാനപ്പെട്ട നമ്മുടെ കമ്മീഷൻസ് റിപ്പോർട്ടുകളെ കുറിച്ചിട്ടും ഒക്കെ ഫ്രെയിം വർക്കുകളെ കുറിച്ചിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ NIEP, CABE, CASE, RIE. NIEPയുടെ ഫുൾ ഫോം എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അടുത്തത് RI എന്താ? റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ബാക്കി 2 ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്. ഒരു ഡൗട്ടും വേണ്ട, ഇതിൻ്റെ ആൻസർ NIEPയുടെ ആ ഒരു വിഷനാണ്, ഇവോൾവിങ് എ ഹ്യൂമൻ ലേണിംഗ് സൊസൈറ്റി ത്രൂ ദ അഡ്വാൻസ്മെന്റ് ഓഫ് നോളജ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ വൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നോട്ട് ചെയ്ത് വെച്ചോണം. ഇനി ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ തെറ്റിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 11th November ഈസ് സെലിബ്രേറ്റഡ് ആസ് നാഷണൽ എഡ്യൂക്കേഷണൽ ഡേ ഓഫ് ഇന്ത്യ ഫ്രം. ഇമ്പോർട്ടൻ്റാ, ചില വർഷങ്ങൾ, ചരിത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ആരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആരുടെ ബർത്ത്ഡേ ആണെന്നൊക്കെ. അത് ഏത് വർഷം തൊട്ടാണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ്. 61 അല്ല, 56 അല്ല, 2002 അല്ല, പിന്നെ 2008 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 11th November 2008 തൊട്ടാണ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹം ആരായിരുന്നു? ഹി വാസ് ദ ഫസ്റ്റ് യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇമ്പോർട്ടൻ്റ് ആണ്. ആ 2008 എന്ന് പറയുന്ന വർഷവും ഓർത്തിരിക്കാവുന്നതാണ്. ദെൻ അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഔട്ട്ലൈൻ എ മെത്തഡോളജി ടു റാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ദ കൺട്രി? മെത്തഡോളജി എന്നൊരു വാക്ക് അവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ നേരെ പോയി നാക്ക് കൊണ്ട് എഴുതി വയ്ക്കും. നാക്ക് അല്ല ആൻസർ. നാക്ക് നാഷണൽ അസസ്മെന്റ് അക്രഡിറ്റേഷൻ കൗൺസിൽ, അതല്ല. AICT ആണോ, NIRF ആണോ, NAC ആണോ? AICT എഞ്ചിനീയറിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നതെങ്കിൽ ഇവിടുത്തെ ആൻസർ NIRF ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്, ആ മെത്തഡോളജി ടു റാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അവരുടെ ഉദ്ദേശം തന്നെ. AICT ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് AICT എന്ന് പറയുന്നത്. NAC എന്ന് പറയുന്ന ആക്കിൻ്റെ ഇതിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നതാണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കും. ഈ 3 ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. ദ നാഷണൽ ഓർഗനൈസേഷൻ ഫോർ പ്രൊപ്പഗേറ്റിംഗ് കൾച്ചർ എമോങ് കോളേജ് ആൻഡ് സ്കൂൾ സ്റ്റുഡൻസ്, NIEPA, ICSE, CCRT, AICTE.
കണ്ടോ എത്ര ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിരിക്കുന്നത് അല്ലേ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണോ അതോ വേറെ ഏതെങ്കിലും ആണോ? തീർച്ചയായിട്ടും ഇവിടെ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചു. പ്രൊപ്പഗേറ്റിംഗ് കൾച്ചർ എമോങ് കോളേജ് ആൻഡ് സ്കൂൾ സ്റ്റുഡൻസ്. കണ്ടോ CCRT ശ്രദ്ധിക്കാതെ പോകുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം പഠിച്ചു വെച്ചോണം. ഏതെങ്കിലുമൊക്കെ ഉറപ്പായിട്ട് മാറി മാറി ചോദിക്കും. അവരുടെ ഫംഗ്ഷനിങ്ങും പഠിച്ചു വെച്ചോണം. ദെൻ സെലക്ട് ദ ഡിപ്പാർട്ട്മെന്റ് അണ്ടർ വിച്ച് CMAT ഈസ് ഫംഗ്ഷനിങ്. CMAT ഫംഗ്ഷൻ ചെയ്യുന്നത് ഏതാണ്? CMAT സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിങ്. യെസ്, അതാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോ, പെട്ടെന്ന് മനസ്സിൽ വരുന്നത് പറയുന്നതാണ്. SCRT NCRT ജനറൽ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ. ഇവിടെ SCRT ആണ്, അല്ല ജനറൽ എഡ്യൂക്കേഷൻ കേട്ടോ. SCRT എന്നുള്ളത് നമ്മൾ സ്റ്റേറ്റിന്റെ ആയതുകൊണ്ട് പെട്ടെന്ന് കൊണ്ട് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ജനറൽ എഡ്യൂക്കേഷൻ ആണ് CMAT എന്ന് പറയുന്നതിനെ. ഏതിന്റെ കീഴിലാണെങ്കിൽ ജനറൽ എഡ്യൂക്കേഷന്റെ കീഴിലാണ് CMAT വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. SCRT അല്ല മാറിപ്പോരുത്. അവർ സെക്കൻഡറി എഡ്യൂക്കേഷൻ റിമെയിൻസ് ദ വീക്കസ്റ്റ് ലിങ്ക് ഇൻ അവർ എഡ്യൂക്കേഷണൽ മിഷണറി. ദിസ് സ്റ്റേറ്റ്മെന്റ് വാസ് മെയ്ഡ് ബൈ മുതലിയാർ കമ്മീഷൻ, ഹാട്ടോ കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രാധാകൃഷ്ണൻ കമ്മീഷൻ പറഞ്ഞ സെന്റൻസ് ആണത്. ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. അടുത്തത് നമ്മുടെ സ്ഥിരം പരിപാടി അല്ലേ, എന്താണ്? ക്രോസ് ചെയ്യുക. നമ്മൾ മാച്ച് ദ ഫോളോവിങ് നോക്കുക. ലിസ്റ്റ് 1 ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്, 26 ഫോക്കസ് ഏരിയ, 25 ഫോക്കസ് ഏരിയ. ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്. നോക്കൂ, ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? 3 മുതൽ 8 വരെ. പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണോ ഫൗണ്ടേഷൻ സ്റ്റേജ് ആണോ? 3 മുതൽ 8 വരെ. മാറിപ്പോയിരുന്നാൽ മാത്രം മതി. അതായത് ഒരു സംശയവും വേണ്ട, ഫൗണ്ടേഷൻ സ്റ്റേജ് നമ്മൾ പഠിക്കുന്ന ഇമ്പോർട്ടൻ്റാ. പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത് 8 മുതൽ 11 വരെയാണ്. ദെൻ അവിടുന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുമല്ലോ. A for B3. പിന്നെ ഈ ഓപ്ഷനും ആ ഓപ്ഷനും മാറിപ്പോകാതിരുന്നാൽ മതി. എയും ബിയും തമ്മിൽ. C1 D2 ആണ്. C KCF-ലാണ്. ഓക്കെ, D NCF-ലാണ്. 25 ഫോക്കസ് ഏരിയ ഉള്ളത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിലും 26 ഫോക്കസ് ഏരിയ ഉള്ളത് കേരള കരിക്കുലം ഫ്രെയിംവർക്കിലും. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൽ നിന്നുള്ള എല്ലാം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പ്ലസ് കേരളത്തിന്റെ പ്രത്യേക പരിഗണന വേണമല്ലോ, കേരളത്തെക്കുറിച്ച് പറയണല്ലോ, അതിനൊരെണ്ണോടി ആഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ്ട്രാ വരുന്ന സ്റ്റേറ്റിന്റെ ആയിരിക്കും ഓർത്താൽ മതി. അത് വെച്ചിട്ട് ഇത് ചോദിക്കാട്ടെ. 26 ഫോക്കസ് ഏരിയ ആണ് KCF-ലുള്ള, 25 ഫോക്കസ് ഏരിയ ആണ് NCF-ലുള്ളത്. അത് അങ്ങനെ തന്നെ വേണം ചോദ്യമായിട്ട് ഇനിയും പ്രതീക്ഷിക്കാം. ഏത് വർഷമാണ് പുതിയ നാഷണൽ പോളിസി അല്ലെ NP ആദ്യത്തെ വന്നിരിക്കുന്ന ഏത് വർഷമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ? 1948 ആണോ, 50 ആണോ, 64 ആണോ, 68 ആണോ? ഇമ്പോർട്ടൻ്റ്. ആദ്യത്തെയും പിന്നീടുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 1968 ആണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഒരെണ്ണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2020 വന്ന റിപ്പോർട്ടുകളും പിന്നെ പുതിയ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത്, നോ സിറ്റിസൺ ഷാൽ ബി ഡിനൈഡ് അഡ്മിഷൻ ഇൻ ടു എനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റൈൻഡ് ബൈ ദ സ്റ്റേറ്റ് ഓർ റിസീവിംഗ് എയ്ഡ് ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഫണ്ട് ഓൺ ഗ്രൗണ്ട് only of religion, race, caste, language or any of them. The article of the Indian Constitution where this provision is ensured. ഇമ്പോർട്ടൻ്റ് ആ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആർട്ടിക്കിളും അറിഞ്ഞിരുന്നോളം. ഇവിടെ 45 ആണോ, 29 ആണോ, 17 ആണോ, 14 ആണോ? ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ആർട്ടിക്കിൾ 29 ആണ്. ആർട്ടിക്കിൾ 29 ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. കരിക്കുലം ഇൻപുട്സ് ആർ ഇംപ്ലിസിറ്റ്ലി പ്രൊവൈഡഡ് ടു learner by the organization through various means is known as core curriculum, null curriculum, hidden curriculum, overt curriculum. കരിക്കുലവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻസ് വരെയൊക്കെ കരിക്കുലത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതിലേതാണ് ഇതിന്റെ ആൻസർ? ഇത് ഹിഡൻ കരിക്കുലം ആണ് കേട്ടോ. കരിക്കുലം ഇൻപുട്സ് ആർ ഇംപ്ലിസിറ്റ്ലി പ്രൊവൈഡഡ് ടു ലേണർ ബൈ ദ ഓർഗനൈസേഷൻ ത്രൂ വേരിയസ് മീൻസ് ഈസ് നോൺ ആസ് ഹിഡൻ കരിക്കുലം എന്നുള്ളതാണ്. ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഹു ഡിഫൈൻഡ് കരിക്കുലം ഈസ് എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ആർട്ടിസ്റ്റ് to mold his material according to his ideas in the studio. ഇത് കരിക്കുലത്തിന്റെ ഡെഫിനിഷൻ, പല ഡെഫിനിഷൻസ് ഉണ്ട്. കുറച്ച് ഡെപ്തിലുള്ള ക്വസ്റ്റൻ ആണല്ലേ. നമ്മൾ എല്ലാ ഡെഫിനിഷൻ ഒന്നും പഠിച്ചു വെക്കൽ നടക്കൂല. ഫ്രോബൽ, ക്രോആൻക്രോ, കണ്ണിങ്ഹാം, പെസ്റ്റലോസി ആരുടേതാണ് ഈ ഡെഫിനിഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ണിങ്ഹാമിന്റെ ഡെഫിനിഷൻ ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്ത്, ഐഡന്റിഫൈ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ഫോർ പ്രൊമോട്ടിംഗ് ക്രിയേറ്റിവിറ്റി ഇൻ ക്ലാസ് റൂം. ക്രിയേറ്റിവിറ്റിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി ഏതാണ്? ബ്രെയിൻ സ്റ്റോമിംഗ് ആണോ, ലെക്ചറിങ് ആണോ, പിയർ ട്യൂട്ടറിങ് ആണോ, ഡിസ്കഷൻ ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും അത് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. അപ്പോൾ ടീച്ചിങ് മെത്തഡോളജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത്. ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. പ്ലാനിംഗ് ഈസ് ദ എസെൻഷ്യൽ റിക്വയർമെന്റ് ഫോർ ഗുഡ് അഡ്മിനിസ്ട്രേഷൻ. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഇൻവോൾവ് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. 1 only, 2 only, both 1 and 2, neither 1 nor 2.
ബോത്ത് 1 and 2 ആണ് ശരിയായിട്ടുള്ള ആൻസർ. രണ്ടും ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. രണ്ടും സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഇൻ ദ കേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ്? കൺസിഡർ ഫെൽറ്റ് നീഡ്സ്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അടുത്തത് പ്രിപ്പയർഡ് ബൈ എ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ലിമിറ്റഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഇൻ ദ കേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ്? ഇവിടെ വായിക്കുമ്പോൾ കിട്ടണം ഏതാ ലിമിറ്റഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത്. അത് ലോജിക്കലി കണക്ട് ആക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് ക്ലാസ് റൂം മാനേജ്മെന്റ് ഈസ് ഇമ്പോസിംഗ് ഡിസിപ്ലിൻ, പണിഷിംഗ് ദ സ്റ്റുഡൻറ് ഇൻ ദ ക്ലാസ് റൂം, അലോ സ്റ്റുഡൻസ് ഫ്രീഡം ഇൻ ക്ലാസ് റൂം, പ്രൊവൈഡിങ് സേഫ് ആൻഡ് കംഫർട്ടബിൾ ലേണിംഗ് എൻവയോൺമെന്റ്. വളരെ സിമ്പിൾ അല്ലേ? മോസ്റ്റ് സ്യൂട്ടബിൾ ഒരെണ്ണേ ഉള്ളൂ, ഓപ്ഷൻ ഡി ആണ്. വായിച്ചു വരുമ്പോൾ തന്നെ അത്തരത്തിലുള്ള അതിൻ്റെ ആൻസർ കിട്ടുന്ന ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. പ്രൊവൈഡിങ് സേഫ് ആൻഡ് കംഫർട്ടബിൾ ലേണിംഗ് എൻവയോൺമെന്റ് എന്നുള്ളതാണ് ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. രാജു ഈസ് എ ടീച്ചർ. ഹിസ് ഹെഡ് മാസ്റ്റർ ആസ്ക്ഡ് ഹിം ടു മേക്ക് ആൻ content on the topic democracy. Raju allowed some step based on ADDIE model, ADDIE model. Select the correct step based on this model. ഇതിന്റെ ഫുൾ ഫോം അറിയാൻ പറ്റണം, എങ്കിലേ അത് എഴുതാൻ പറ്റുള്ളൂ. പല മോഡൽസ് ഉണ്ടല്ലോ, മോഡൽസ് ഓഫ് ടീച്ചിങ് ഒക്കെ ഉണ്ട്. അനലൈസ്, ഡെവലപ്പ്, ഡിസൈൻ, ഇൻസെപ്റ്റ്, എക്സിക്യൂട്ട്. അറേഞ്ച്, അനലൈസ്, ഇതിലേതാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഡെവലപ്പ് ആണോ ഡിസൈൻ ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പം തന്നെ ഏകദേശം ഒരു ആൻസറിലേക്കൊക്കെ എത്താൻ പറ്റും. ഓർഡർ കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ്. അനലൈസ് കഴിഞ്ഞ് ഡിസൈൻ ചെയ്യുക, ഡിസൈൻ കഴിഞ്ഞ് ഡെവലപ്പ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഇതാണ് ADDIE മോഡൽ എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ്, ഓർത്തിരുന്നോ? ഇനിയാണേലും ചോദിക്കാൻ സാധ്യതയുള്ള കൺസെപ്റ്റ് തന്നെയാണ്. ഇൻ എഡ്യൂക്കേറ്റിംഗ് ദ ഡിഫറൻഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസ്, IEPs, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പാക്കേജ്, ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ, ഇൻട്രസ്റ്റിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഏതാണ് IEP എന്ന് പറയുന്നത്? IEP എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. മാച്ച് ദ ഫോളോയിങ് ആണ്. അവിടെ ലിസ്റ്റ് 1 ഇന്ററാക്ഷൻ അനാലിസിസ്, പ്രോഗ്രാംഡ് ലേണിംഗ്, ടീച്ചിങ് മെഷീൻസ്, കോൺ ഓഫ് എക്സ്പീരിയൻസ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ തന്നെ പേരുമായിട്ട് അറ്റാച്ച് ചെയ്യേണ്ട. കോൺ ഓഫ് എക്സ്പീരിയൻസ് കാണുമ്പോൾ തന്നെ എഡ്ഗാർഡ് ഡെയിലിനെ ഓർക്കണം. ദെൻ സ്കിന്നർ, പ്രോഗ്രാംഡ് ലേണിംഗ്, അവിടെ തന്നെ അതിൻ്റെ ആൻസറായി. അതായത് B4 ഉള്ള 2 എണ്ണം. ദെൻ D1 രണ്ടെണ്ണത്തിനകത്തും ഉണ്ടല്ലേ. അപ്പം ഇനി അടുത്തോട് കണ്ടുപിടിക്കണം. സോറി, ബി നമുക്ക് 4 ആണെന്നറിയാം, D1 ആണെന്ന് പറയാം. ഇനി ടീച്ചിങ് മെഷീൻസ് ഉണ്ട്, ഇൻട്രാക്ഷൻ അനാലിസിസ് ഉണ്ട്. ഇൻട്രാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ഇൻട്രാക്ഷൻ അനാലിസിസ് ഫ്ലെൻഡർ ആണ്. യെസ് A3 ആണ്. ദെൻ D1 ആണ്, C2 ആണ്, B4 ആണ്. ടീച്ചിങ് മെഷീൻസ് എന്ന് പറയുന്നത് സിഡ്നി എൽ പ്രസി ആണ്. ഇത് മാത്രമാണ് ഇച്ചിരി ഒന്ന് അറിയാതെ കിടക്കാൻ സാധ്യതയുള്ളത്. ഇൻട്രാക്ഷൻ അനാലിസിസ് പഠിക്കാറുള്ളതാണ്, ഫ്ലൻഡേഴ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ആളുകളുടെയൊക്കെ പേരുകളോട് ചേർത്ത് വെച്ച് പഠിക്കേണ്ട ചില പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളുണ്ട്, ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. കൺസിസ്റ്റൻസി ഓഫ് എ മെഷറിംഗ് ടൂൾ ഈസ് നോൺ ആസ് accuracy, validity, reliability, applicability. Consistency of a measuring tool is known as reliability ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. The extent to which the test measure what it is supposed to measure is called. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടൂൾസ് ആൻഡ് ടെക്നിക്സ്, ഇവാലുവേഷൻ ചോദിക്കുന്നതാണ്. ആക്യുറസി, റിലയബിലിറ്റി ഒക്കെ അല്ലേ. റിലയബിലിറ്റി, വാലിഡിറ്റി, ഒബ്ജക്റ്റിവിറ്റി, സ്യൂട്ടബിലിറ്റി. ഏതാണ് ഇതിൽ വാലിഡിറ്റി ആണ്. അപ്പോൾ റിലയബിലിറ്റിയും വാലിഡിറ്റിയും നോക്കിക്കേ. റിലയബിലിറ്റി, വാലിഡിറ്റി ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ആവർത്തിച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഫോർ അസസിങ് ദ പ്രെഡിക്റ്റീവ് ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടെസ്റ്റ്? പ്രെഡിക്റ്റീവ് ബിഹേവിയർ ഡയഗ്നോസ്റ്റിക് ആണോ, പ്രോഗ്നോസ്റ്റിക് ആണോ, അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണോ, പെർഫോമൻസ് ടെസ്റ്റ് ആണോ? തീർച്ചയായിട്ടും അത് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. A test designed to measure relative accomplishment in a specific area of academics. Achievement test, personality test, intelligence test, diagnostic test. Relative accomplishment in a specific area of academic. ഏതാണ്? തീർച്ചയായിട്ടും അച്ചീവ്മെന്റ് കണ്ടെത്താൻ അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. കണ്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയോ ടെസ്റ്റുകളെ കുറിച്ചൊക്കെ ചോദിച്ചിരിക്കുകയാണ്. പിന്നെ ഗ്രേഡിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദ മോഡ് ഓഫ് ഗ്രേഡിംഗ് വെയർ ഗ്രേഡ്സ് ആർ ഗീവൺ ബേസ്ഡ് ഓൺ predetermined cut-off levels is known as dash grading. Permanent, absolute, relative, temporary. ഏതാണ്? അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിജിറ്റൽ ഓഡിയോ കണ്ടന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ
ഇന്റർനെറ്റ് ഈസ് നോൺ ആസ് ഇ കണ്ടന്റ് പോഡ്കാസ്റ്റ് വ്ളോഗ്സ് ഡിജിറ്റൽ ലൈബ്രറി. ഏതാണ് അതിന്റെ ആൻസർ? തീർച്ചയായിട്ടും പോഡ്കാസ്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്ന. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡ്യൂസിംഗ് ദ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് ടെക്നോളജി ഈസ് നോൺ ആസ് സൂപ്പർ കമ്പ്യൂട്ടിംഗ്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, ഇ വേസ്റ്റ് മാനേജ്മെന്റ്, കാർബൺ എമിഷൻ ടെക്നോളജി. കണ്ടോ, ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് ജനറൽ ആയിട്ടുള്ള കണ്ടന്റ്. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് വായിക്കുമ്പോൾ തന്നെ ആ ടൈമുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കേട്ട് പരിചയമുള്ള ടൈമുകളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. എൻവയോൺമെന്റൽ ഇമ്പാക്ട് കുറയ്ക്കാനായിട്ട് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പാൻഷൻ ഓഫ് NPTEL. എന്താണ് NPTELന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? നാഷണൽ പോളിസി ഓൺ ടെക്നോളജി എനേബിൾഡ് ലേണിംഗ് ആണോ? നാഷണൽ പ്രോഗ്രാം ഓഫ് ടെക്നോളജി എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ് ആണോ? നാഷണൽ പോളിസി ഓൺ ടെക്നോളജി എംബഡഡ് ലേണിംഗ് ആണോ? നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് ആണോ? തീർച്ചയായിട്ടും എൻഹാൻസ്ഡ് ലേണിംഗ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. NPTEL സൈറ്റുകൾ ഇമ്പോർട്ടൻ്റ് അല്ലേ, നമ്മൾ പഠിക്കുന്നല്ലേ. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. FIACS സ്റ്റാൻഡ്സ് ഫോർ ഫ്ലൻറ്റേഴ്സ് ഇൻട്രാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം, ഫ്ലൻറ്റേഴ്സ് ഇൻഫർമേഷൻ അനാലിസിസ്, ഫ്ലൻറ്റേഴ്സ് ഇൻട്രാക്ഷൻ അനാലിസിസ് ക്ലാസ് റൂം സിസ്റ്റം, ഫ്ലൻറ്റേഴ്സ് ഇൻഫർമേഷൻ അനാലിസിസ് ക്ലാസ് റൂം സ്ട്രാറ്റജി. ഓപ്ഷൻ എ തന്നെയാണ്. വായിക്കുമ്പോൾ തന്നെ കിട്ടും. ഫ്ലൻറ്റേഴ്സ് ഇൻട്രാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം ആണ് FIACS എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഫുൾ ഫോംസ്. എ കോംപ്രിഹെൻസീവ് ഇനീഷ്യേറ്റീവ് that unifies digital online on-air education to enable multi-mode access to education is Diksha, Nishta, Swayam, PM E-Vidya. ഏതാണ് ഇവിടുത്തെ ആൻസർ? അത് PM E-Vidya ആണ്. നോട്ട് ചെയ്ത് വെച്ചോ. ഇതെല്ലാം ചോദ്യമായിട്ട് വരാം കേട്ടോ. ആ സ്വയമൊക്കെ സ്ഥിരം ചോദ്യമായിരുന്നു പണ്ടത്തെ ടെക്നോളജി എന്നുള്ള ഭാഗത്ത് നിന്ന്. വീണ്ടും നിങ്ങൾ മാച്ച് ദ ഫോളോയിങ്: ഇന്ററാക്റ്റീവ് എഡ്യൂക്കേഷൻ, ക്ലൗഡ് സ്റ്റോറേജ്, കണ്ടന്റ് പോർട്ടൽസ്, FOSS, നെറ്റ്സ്കേപ്പ്, ലിനക്സ്, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ക്ലാസ് റൂം. ഗൂഗിൾ ഡ്രൈവ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അതായത് ഗൂഗിൾ ഡ്രൈവ് വരുന്നത് ഏതിനകത്താ? ക്ലൗഡ് സ്റ്റോറേജ് ആണ്. സ്റ്റോറേജിനാണ് ഗൂഗിൾ ഡ്രൈവ് വരുന്നത്. അപ്പോൾ B3 വെച്ചിട്ട് തന്നെ അതിലേക്ക് ആൻസറിൽ എത്താവുന്നതേ ഉള്ളൂ. ഒരെണ്ണം അവിടെ കിട്ടും. ദെൻ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്നതിനകത്ത് വളരെ സിമ്പിളാണ്. ഇൻട്രാക്റ്റീവ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ഗൂഗിൾ ക്ലാസ് റൂം. Aക്ക് 4 അത് വെച്ചിട്ടുണ്ടെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ Cക്ക് 1, Dക്ക് 2. Cക്ക് 1 എന്ന് പറയുമ്പോൾ നെറ്റ്സ്കേപ്പ് എന്ന് പറയുന്ന കണ്ടന്റ് പോർട്ടൽ ആണെങ്കിൽ FOSS എന്ന് പറയുന്നത് ലിനക്സ് ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്ത്, ഇൻ അസിൻക്രോണസ് ഇ ലേണിംഗ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പാർട്ടിസിപ്പൻസ് ഒക്യൂഴ്സ് ഓഫ്ലൈൻ, ഓൺലൈൻ, ഫേസ് ടു ഫേസ്, വിർച്വൽ എൻവയോൺമെന്റ്. തെറ്റിക്കാൻ വളരെയേറെ ചാൻസ് ഉള്ള ഒന്നാണ്. ആ മീനിങ് അറിയാമെങ്കിൽ മാത്രമേ അത് എഴുതാൻ പറ്റുള്ളൂ. അസിൻക്രോണസ് ഇ ലേണിംഗ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ കാണുമ്പോൾ അവർക്കും ഓൺലൈൻ ആണെന്ന്. അല്ല, ഓഫ്ലൈൻ ആണ് ആൻസർ ആയിട്ട് വരിക. ഓഫ്ലൈൻ ആണ് ആൻസർ ആയിട്ട് വരിക. നോട്ട് ചെയ്ത് വെച്ചേ. അസിൻക്രോണസ് ഇ ലേണിംഗ് refers to online learning that occurs at a different time, allowing participants to access course materials, complete assignments, and interact with instructions and instructors and peers at their own space. Characteristics of asynchronous e-learning: learning take place offline or through delayed interaction ആണ്. Participants do not interact in real time. ലൈവ് അല്ല. Communication occurs through email, discussion forum, message ബോർഡ്സ്, വീഡിയോ റെക്കോർഡിംഗ്, പ്രീ റെക്കോർഡഡ് ലെക്ചേഴ്സ്, സെൽഫ് പേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾസ് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഓഫ്ലൈൻ തന്നെയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു തർക്കം ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഓഫ്ലൈൻ തന്നെയാണ് ആൻസർ. ഫൈനൽ ആൻസർ കീഴിൽ ഉണ്ടായിരുന്നത്. അസിൻക്രോണസ് ഇ ലേണിംഗ് ഇൻക്ലൂഡ് ഓൺലൈൻ കോഴ്സ് വിത്ത് പ്രീ റെക്കോർഡഡ് വീഡിയോ ലെക്ചേഴ്സ്, സെൽഫ് പേസ്ഡ് ഓൺലൈൻ ട്യൂട്ടോറിയൽ, ഇമെയിൽ ബേസ്ഡ് കോഴ്സസ്, ഓൺലൈൻ ഡിസ്കഷൻ ഫോറംസ്. ദ അതർ ഓപ്ഷൻസ് ആർ ഇൻകറക്റ്റ്. ഓൺലൈൻ ടിപ്പിക്കലി ഇംപ്ലൈസ് റിയൽ ടൈം ഓർ സിൻക്രോണസ് ഇൻട്രാക്ഷൻ. സിൻക്രോണസ് ഇൻട്രാക്ഷനിലാണ്, റിയൽ ടൈമിൽ നടക്കുന്നതിനാണ് ഓൺലൈൻ എന്ന് പറയുന്നത്. ഫേസ് ടു ഫേസ് അവിടെ വരുന്നില്ല. വെർച്വൽ എൻവയോൺമെന്റ് റിയൽ ടൈം ഇൻട്രാക്ഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അവിടെ തെറ്റായിരുന്നു. അടുത്ത് നോക്കുക, LMS റൂസ ഇവാലുവേഷൻ കൗൺസിലിംഗ്. റൂസ എന്താണെന്ന് നിങ്ങൾക്കറിയാം. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ അല്ലേ, അത് ഹയർ എഡ്യൂക്കേഷൻ്റെ ആൻസർ ആയിട്ട് വരും. B3 വരുന്ന ഓപ്ഷൻസ് എടുത്താൽ തന്നെ ആൻസർ ആയല്ലോ. ഇവന്മാർ രണ്ടുപേരെയും കളഞ്ഞത് B3. ദെൻ LMS ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, മൂഡിലാണ് LMS വരുന്നത് അല്ലേ. A4 ആൻസറായി. ഇങ്ങനെ എലിമിനേഷൻ മെത്തേഡ് വെച്ച് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ദെൻ ഇവാലുവേഷൻ റേറ്റിംഗ് സ്കെയിൽ, അതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ദെൻ കൗൺസിലിംഗ്, എക്ലെക്റ്റിക് കൗൺസിലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിളായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അൺഇൻറ്റൻഡഡ് ഓർ ഹിഡൻ കോൺസിക്വൻസ് ഓഫ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ആസ് ലേറ്റന്റ് ഫംഗ്ഷൻ, ഡിസ്ഫങ്ഷനിങ്, മാനിഫെസ്റ്റ് ഫംഗ്ഷൻ, മിസ് ഫംഗ്ഷൻ. സോഷ്യോളജി ആണ് കേട്ടോ. സോഷ്യോളജിയുടെ ഓപ്ഷൻ A ആണ് ലേറ്റന്റ് ഫംഗ്ഷൻ എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ ആയിട്ട്
വരുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സോഷ്യോളജിസ്റ്റ് ഹു ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് അനോമി എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നു. മാക്സ് വെബർ ആണോ, ഹെഡ്ബർട്ട് സ്പെൻസർ ആണോ, റൈറ്റ് മിൽസ് ആണോ, എമൈൽ ഡുർക്കം ആണോ? ആരാണ്? ഓപ്ഷൻ ഡി, എമൈൽ ഡുർക്കം എന്നുള്ളതാണ്. സോഷ്യോളജിയാണ് കേട്ടോ. സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ചോദിക്കുന്നതാണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ സോഷ്യോളജി ചോദിക്കാറുള്ളൂ, എങ്കിലും അത് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണ് സോഷ്യോളജിയിൽ നിന്നുണ്ടായിരുന്നത്. സോ 60 ക്വസ്റ്റ്യൻസ് 2 വീഡിയോകളിലായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ജനറൽ പേപ്പർ കഴിഞ്ഞോ? ഇല്ല. ഇനി ഒരു 60 ക്വസ്റ്റ്യൻസ് കൂടി വരാനുണ്ട്. അത് സയൻസും സോഷ്യൽ സയൻസും ഇംഗ്ലീഷും ജനറൽ നോളേജും കറണ്ട് അഫയേഴ്സും മാത്സ് ആൻഡ് മെന്റബിലിറ്റി ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഏരിയ ആണ്. ആ ക്വസ്റ്റ്യൻസ് കൂടി വിലയിരുത്തുക. എത്ര ക്വസ്റ്റ്യൻസ് മാക്സിമം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഈ 60-ൽ എത്ര എണ്ണം കിട്ടിയെന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. ദെൻ 120-ൽ ഒരിക്കൽ കൂടി പറയുന്നു, പഠിച്ചു കഴിയുമ്പോൾ 70 മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോഴാണ് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് വിജയത്തിലേക്ക് എത്തുക. 60 ആയാലും തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞ 70 ഇവിടുന്ന് കിട്ടിയാൽ പിന്നെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. 70-ന് വേണ്ടിയിട്ട് പഠിക്കുക. അതാണ് നമുക്ക് ആവശ്യം. സോ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ലക്ഷ്യം ഉണ്ടാവട്ടെ. നിങ്ങൾക്കൊപ്പം എൻട്രി ഉണ്ടാവും. എല്ലാ ആശംസകളും. നന്ദി.